നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. രോമാഞ്ചത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. അങ്ങനെ ചേച്ചി അതിൻ്റെ അമ്മയായിട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ്. അത് നമുക്ക് കിട്ടിയ ഒരു ലോട്ടറി ആണല്ലോ. നമ്മളും ഈ ന്യൂജൻ ടീമിനോടൊപ്പം തന്നെയല്ലേ ജീവിക്കുന്നത്. എൻ്റെ മക്കളും ആ ഒരു ജനറേഷനിൽ പെട്ടവരായതുകൊണ്ട് അവരിലേക്ക് പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഡ്രാമ സ്കൂളിലൊക്കെ പഠിച്ച് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എനിക്കും ഇതിൻ്റെ ഒരു ക്രേസായി. ഇവരുടെ കൂടെ തെരുവ് നാടകത്തിനൊക്കെ പോയി ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ നാടകം പഠിക്കണം. അപ്പോൾ KWD-യിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇതാണ്. അങ്ങനെയാണ് ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പം അയ്യോ നാടകം കുറച്ചും കൂടി നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫിലിമിലേക്ക് വരുമ്പോൾ അത് മിനിമലൈസ് ചെയ്താൽ മതി, ക്യാമറയുടെ മുമ്പിലാണ്. അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുമ്പം അത്ര വേണ്ട, അല്ലെ കുറച്ചും കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞു തരാവുന്ന ക്രൂ ആണ് നമ്മുടെ. ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരാണെങ്കിലും സീനിയേഴ്സായിട്ടുള്ളവരാണെങ്കിലും നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ നമുക്കിപ്പോൾ കുറച്ച് നല്ല അമ്മമാരുണ്ട്. അക്കൂട്ടത്തിലൊരമ്മ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. നമുക്കിന്ന് ആ അമ്മയുടെ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാം ഈ ഒരു ഇത്തിരി നേരം. തങ്കമോഹൻ ചേച്ചി നമസ്കാരം. എനിക്ക് ആ ഇരിപ്പ് കണ്ടിട്ട് എന്താ ഒരു സന്തോഷം എന്നറിയാം. അതെ, എന്താ ഇപ്പം മനസ്സ് തോന്നണ? ഈ കുട്ടി എന്നെ ഇവിടെ വെള്ളം കുടിപ്പിക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? തോന്നായില്ല. ഞാൻ അവിടുന്ന് മിരട്ടിയൊക്കെ കൊണ്ടുവന്നുകൊണ്ട്. എന്തായാലും പാവം എൻ്റെ ചേച്ചിയല്ലേ, നമ്മുടെ മോഹൻചേട്ടൻ്റെ ഭാര്യയല്ലേ, അതുകൊണ്ടൊക്കെ ഒരു ചെറിയ കൺസിഡറേഷൻ തന്നിരിക്കുന്നു. നന്ദി. അതെ, സന്തോഷം, വലിയ മനസ്സന്തോഷം. ഇപ്പോൾ കുറച്ച് റിലാക്സ്ഡ് ആയില്ലേ? തീർച്ചയായിട്ടും. ഇനി നമുക്ക് വർത്താനം പറയാലോ. പിന്നെന്താ, നമ്മൾ എവിടുന്നാ തുടങ്ങേണ്ടത്? ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് ഡിസ്കഷനിലുള്ളത് ആവേശം മൂവി ആയിരുന്നല്ലോ അല്ലേ? ആവേശത്തിൽ അമ്മയാണല്ലോ നമ്മുടെ. ആവേശത്തിൽ അല്ലേ? ഫഹദിൻ്റെ അമ്മയാണ്. ആ അമ്മയുടെ ഒരു ഇമോഷൻ കിടക്കണോണ്ടാണല്ലോ ഫഹദിനെ മറ്റേ അമ്മയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അപ്പം നമുക്ക് അവിടുന്ന് സംസാരിച്ച് തുടങ്ങിയാലോ? ആയിക്കോട്ടെ, എന്നാ തുടങ്ങിക്കൂടൂ. എന്തൊക്കെയാണ് ആ അമ്മയായതിൻ്റെ എക്സ്പീരിയൻസ് പറയൂ. ആ അമ്മയായതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ഒന്ന് ഞാൻ അതിൻ്റെ ഡയറക്ടറായിട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ രോമാഞ്ചത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. അപ്പോഴിങ്ങനെ ചേച്ചി ഫഹദിൻ്റെ അമ്മയായിട്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെയാണ്. അത് നമുക്ക് കിട്ടിയ ഒരു ലോട്ടറി ആണല്ലോ ഫഹദിൻ്റെ അമ്മയായിട്ട്. അപ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സീനിയറായിട്ടുള്ള ഒരു ആക്ടറാണ് ഓപ്പോസിറ്റ്. ഫഹദ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മുഖ്യധാരയിൽ നിൽക്കുന്ന ഏറ്റവും നല്ല ആക്ടേഴ്സിൽ ഒരു ആക്ടറാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാവിധ ടെൻഷനോടും കൂടിയാണ് ഞാൻ ചെന്നത്. പക്ഷേ അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഒറ്റ സീനേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഇട്ടെറിഞ്ഞു പോകുന്ന ഒരമ്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു മോൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു മകനെ നമ്മൾ ഇട്ടിട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ആക്ട് ചെയ്ത് വന്നപ്പോൾ കണ്ണ് നിറഞ്ഞു വരുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പം ജിത്തു എന്നോട് പറഞ്ഞു, ചേച്ചി വേണ്ട, നമ്മളങ്ങനെ ഒരു ഇമോഷണൽ ലെവലിൽ നമ്മളങ്ങനെ ഇതായിട്ട് പോകുന്ന ഒരാളല്ല. ഇവൻ നമ്മളെ തിരിച്ച് വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ പറയുന്നു. പിന്നെ ആ സമയത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്ന നമ്മളുടെ ഫഹദിൻ്റെ ഭാവം എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ. പിന്നീട് നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഞാനും കരയുന്നു, അദ്ദേഹം കരയുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സീനിൻ്റെ ആ ഭംഗിയെ നഷ്ടപ്പെട്ടു പോകും. അതെ. അപ്പം ചേച്ചിക്ക് ഒരു ഇമോഷനും ഇല്ല. ഈ ഒരു ലെവലിൽ നിന്നിട്ട് ഞാൻ പോവുകയാണെന്നുള്ള ഇതിൽ മാത്രം ചേച്ചി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പടം കണ്ടപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാണ്. അദ്ദേഹം അപ്പോഴും ഇവൻ എന്നെ തിരിച്ച് വിളിക്കില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ. പക്ഷെ അദ്ദേഹം തിരിച്ച് വിളിക്കുന്നില്ല. ആ ഒരു നിരാശയിൽ നമ്മൾ തിരിച്ചു പോകുന്നു. പടം കാണുമ്പോൾ നമുക്കറിയാലോ ആ സമയത്ത് ആ മകൻ തിരിഞ്ഞു നിന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്നും
ആ അമ്മ പോയത് അയാളെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത്. അതെ, പിന്നെ ആ മൊത്തം പടത്തിലുണ്ടല്ലോ ആ അതെ, ഒരു അമ്മ ഉണ്ട്, എന്നുള്ളൊരു ഇത് അയാൾക്ക് ഉണ്ട്, ഭയങ്കര ഒരു ഇമോഷനാണ്. ഈവൻ ആ ക്ലൈമാക്സ് പോർഷനിലൊക്കെയും അതെ, അതെ, അതുകൊണ്ടാണ് ആ ഒരു അമ്മയുടെ കോള് വരുമ്പോൾ അയാൾ അവിടെ അതെ, ആ അതെ, ഒരു ഭയങ്കര ഒരു സംഭവമാണത്. അതെ. അപ്പം അത്തരം ഒരു ഇതിന്റെ ഭാഗമാവാൻ പറ്റുക പറയുന്നത് അതിലും വലിയൊരു തീർച്ചയായിട്ടും കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ അത് പറയുമ്പോൾ ചോദിക്കണം, ഇപ്പൊ രോമാഞ്ചം ചെയ്തു ജിത്തുവിന്റെ കൂടെ, അതുപോലെ ഇപ്പൊ മുകുന്ദൻ ഉണ്ണി ഒക്കെ ഈ ഒരു മുകുന്ദൻ ഉണ്ണിയിൽ ചേച്ചി വിനീതിന്റെ വിനീതിന്റെ അമ്മയായിട്ട്. അമ്മയായിട്ട്. അതെ, അതെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ തെറ്റിച്ചോ, ഇല്ല, ഞാൻ ഇല്ല, നോക്കിയപ്പോ ഇല്ല, ഇല്ല. എവിടെ എപ്പോ ഇല്ല, ഇല്ല, ഇല്ല. അപ്പോ പിന്നെ അങ്ങനത്തെയൊക്കെ പടങ്ങൾ അത് ഇന്നത്തെ ഒരു തലമുറ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന, കുറച്ചും കൂടി ക്ലോസ് ടു ലൈഫ് എന്നുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞ സിനിമ ചെയ്യുന്ന അത്തരം സിനിമകളാണ്. അപ്പോൾ അതിന് എങ്ങനെയാണ് ആ ഒരു ഇത്തരം സിനിമകളുടെ ഭാഗമായി തന്നെ വരാൻ എങ്ങനെയാണ് പറ്റുന്നത് ചേച്ചിക്ക്? അതെന്തെങ്കിലും എങ്ങനെയാണ് ചേച്ചി അവരുടെ കൂട്ടത്തിലേക്ക് പെട്ടുപോണത്? അല്ല, ഇപ്പം നമ്മളും ഈ ന്യൂജൻ ടീമിനോടൊപ്പം തന്നെയല്ലേ ജീവിക്കുന്നത്. എൻ്റെ മക്കളും ആ ഒരു ജനറേഷനിൽ പെട്ടവരായതുകൊണ്ട് അവരിലേക്ക് പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. അപ്പോൾ പെട്ടെന്ന് ജെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പറ്റും. എനിക്കിപ്പോൾ എൻ്റെ 2 ആൺമക്കളാണ്. 2 പേരും ഏകദേശം ഇതേ ഏജ് റേഞ്ചിൽ പെട്ട ആളുകളാണ്. അപ്പം നമുക്കറിയാം അവരുടെ കൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കതൊരു പ്രശ്നമല്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഈ പടങ്ങളിലേക്കൊക്കെ വരുന്നത്? എങ്ങനെയാണ്? എന്തെങ്കിലും കോണ്ടാക്ട് വഴിയാണോ ആ ക്യാരക്ടേഴ്സൊക്കെ വന്നത്? എങ്ങനെയാണ്? ബേസിക്കലി പിന്നെ ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു നാടകക്കാരനാണ്. പക്ഷെ ഞാൻ സർക്കാർ എംപ്ലോയി ആയിരുന്നു. അപ്പോൾ നടനുമാണ്, ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് പറയട്ടെ. അതെ അല്ലേ. അപ്പോൾ ഞാൻ ആ ഡ്രാമ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞിട്ട് കുറേ കാലം അദ്ദേഹം ചെയ്യുന്ന നാടകങ്ങളിൽ മാത്രം ചെയ്തു പോവുക എന്ന് വെച്ചാൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനും കൂടി ഈ ഫീൽഡിലേക്ക് അങ്ങനെ സജീവമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് കാലം ഇങ്ങനെ നിന്നു. അപ്പം ഒരു മിനിറ്റ് അതിലേക്കൊക്കെ പോകണം വെച്ചാൽ ഈ ഡ്രാമ സ്കൂളിൽ ഒരുമിച്ചുണ്ടായ കാലത്താണോ നിങ്ങൾ? ഒരിക്കലും അല്ല. ഞങ്ങൾ വയനാട്ടിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സമയത്താണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അന്നും അദ്ദേഹം നാടകക്കാരനാണ്, ഞാൻ നാടകം ചെയ്തിട്ടില്ല. അപ്പോൾ അത് ശരി. അപ്പോൾ അവിടെ വയനാട്ടിൽ പിന്നെ എന്തിലാ വർക്ക് ചെയ്തിരുന്നത്? PWDയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ടെമ്പററി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു, ഞാൻ സ്ഥിരം പോസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ സർവീസ് മേളയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു. ഇദ്ദേഹമാണെന്ന് അതിൽ ആക്ട് ചെയ്യുന്നത്. വളരെ നന്നായിട്ട് ആക്ട് ചെയ്തു. അപ്പം നമുക്കൊരു ചെറിയ ആരാധനയൊക്കെ തോന്നി. സ്വാഭാവികമായിട്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരാളോട് തോന്നാവുന്ന ഒരു അട്രാക്ഷൻ. പിന്നെ നാടകം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അമ്പലത്തിൽ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനൊക്കെയാണ്. അപ്പോൾ ആക്ട് ചെയ്യാനായിട്ട് ലേഡീസ് ഇല്ല, മോളെ നീ വരുമോ എന്ന് ചോദിച്ച് അങ്ങനെ ആ അമ്പലത്തിലേക്ക് മാത്രമായിട്ട്, അല്ലാതെ പുറത്തൊന്നും അങ്ങനെ നാടകം ചെയ്തിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇതേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് പിന്നെ ഒരു ലെഫ്റ്റിസ്റ്റ് മൈൻഡുള്ള ആളാണ്. ഒരു ഇലക്ഷനോട് അനുബന്ധിച്ച് തെരുവ് നാടകം ചെയ്യുന്നു. തെരുവ് നാടകം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികളെ വിടണമെങ്കിൽ കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾ വേണം. അപ്പം ഞാൻ ലീവൊക്കെ എടുത്ത് ഇവർക്ക് കൂട്ടായിട്ട് ഇവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ കുറച്ച് നാടകമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളൊക്കെ ടയേർഡായി. നമ്മൾ ഇവരുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ നമ്മളും കയറി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ പ്രേംപ്രസാദ് എന്ന് പറയണ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ജനനയനയുടെയൊക്കെ സാരഥിയാണ് ഇപ്പം. അദ്ദേഹമാണ് ഇവക്ക് നല്ല ഭാവിയുണ്ട്, ഇവള് ചിലപ്പം ഡ്രാമ സ്കൂളിലൊക്കെ പഠിച്ച് വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എനിക്കും ഇതിൻ്റെ ഒരു ക്രേസായി. ഇവരുടെ കൂടെ തെരുവ് നാടകത്തിനൊക്കെ പോയി ഭയങ്കരമായിട്ട് എനിക്കിപ്പോൾ നാടകം പഠിക്കണം. അപ്പോൾ PWDയിലിരുന്ന് വർക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ നോക്കുമ്പോൾ അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഇതാണ്. അങ്ങനെയാണ് ഞാൻ ഡ്രാമ സ്കൂളിൽ പഠിക്കാൻ പോണത്. അങ്ങനെ അവിടെ ഒരു BTA ഒരു 2 വർഷം പഠിച്ചു. അപ്പോഴവിടെ ഫസ്റ്റ് MTA ബാച്ച് തുടങ്ങുന്നു. അപ്പോൾ ഓൾറെഡി ഡിഗ്രി ഉള്ളവർക്ക് വേണമെങ്കിൽ എൻട്രൻസ് എഴുതി ഈ BTA കംപ്ലീറ്റ് ചെയ്യാതെ MTAക്ക് മാറായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് MTAയിലേക്ക് മാറി. അങ്ങനെ MTA അങ്ങനെ 4 വർഷത്തെ ഡ്രാമ സ്കൂളിൽ പഠനം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്ക് കുട്ടികളുടെ പഠിത്തമൊക്കെ ഏകദേശം അധ്യാപകരെപ്പോഴും നമ്മളെ വിളിക്കുന്നു, ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമാണെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ടും നമുക്ക് സാലറി ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് ജോലിയിൽ തന്നെ ജോയിൻ ചെയ്തു.
അങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് നമ്മുടെ കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും ഒരുപാട് നാശം ഉണ്ടാക്കിയെങ്കിലും എനിക്കത് ഭയങ്കര സഹായമായിട്ട് വന്നു. ആ സമയത്ത് നമ്മുടെ രതീഷ് തൃശ്ശൂർ പേര് ക്ലിപ്തൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹം ഒരു വെബ് സീരീസ് ചെയ്യാണ് കൊച്ചമേരിക്ക പറഞ്ഞിട്ട്. അപ്പം അതിൽ ഞാനൊരു വേഷം ചെയ്തു. അത് കണ്ടിട്ട് തന്നെ ജാനമനിലേക്ക് വിളിച്ചു. അനിൽ സേവ്യർ റെക്കമെൻഡ് ചെയ്യാണ് ചിദംബരത്തിൻ്റെ അടുത്ത്. അങ്ങനെ അത് കണ്ടിട്ട് അതിലാണ് ഒരു എൻട്രി വരുന്നത്. ഓക്കെ. പിന്നെ അത് കണ്ടിട്ടാണ് രോമാഞ്ചം, പാൽത്തു ജാൻവർ, പിന്നീടുള്ള തങ്കം അങ്ങനെയുള്ളതെല്ലാം വന്നിട്ടുള്ളത്. അപ്പോൾ കോവിഡ് അക്ഷരാർത്ഥത്തിൽ ലോകത്ത് മുഴുവൻ കിടക്കിയെങ്കിലും എനിക്ക് വേറൊരു രീതിയിൽ അനുഗ്രഹമായിട്ട് വന്നൊരു കാര്യമാണ്. നമ്മൾ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചേച്ചി ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ്റെ ഒരു സപ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മൾ നാടകത്തിൽ കുറച്ച് കാര്യമായിട്ട് നിൽക്കുന്നു. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ആക്ടിങ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു മേഖലയാണ്. അപ്പം അവിടെ വന്നപ്പോൾ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് പെട്ടെന്ന് എന്തെങ്കിലും തോന്നിയോ? ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരികയാണല്ലോ, ഇത് കാത്തിരിക്കുന്ന ഒരാളോ ഇതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളോ അല്ലല്ലോ. അപ്പൊ ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അല്ല, ബേസിക്കലി ഇതിനെല്ലാം ആക്ടിങ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പം അയ്യോ നാടകം കുറച്ചും കൂടി നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഫിലിമിലേക്ക് വരുമ്പോൾ അത് മിനിമലൈസ് ചെയ്താൽ മതി, ക്യാമറയുടെ മുമ്പിലാണ്. അങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളത് ചെയ്യുമ്പം അത്ര വേണ്ട, അല്ലെ കുറച്ചും കൂടെ വന്നോട്ടെ എന്ന് പറഞ്ഞു തരാവുന്ന ക്രൂ ആണ് നമ്മുടെ. ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരാണെങ്കിലും സീനിയേഴ്സായിട്ടുള്ളവരാണെങ്കിലും നമ്മളങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ റിട്ടയറായി. അത് കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്കിനി നാടകം ചെയ്യാം, സിനിമ ചെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പം എന്നെ മുന്നോട്ട് നയിക്കുന്നത്. സമയവും എല്ലാം നമ്മുടെ വരുതിയിൽ തന്നെ നിൽക്കുന്നത്. അപ്പം പിന്നെ ഈ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടി ചെയ്യുന്ന നാടകങ്ങളില്ലേ ഒരുമിച്ച് നിങ്ങളായിട്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചേട്ടൻ്റെ ഐഡിയാസിലേക്ക് ചേച്ചി വന്ന് ചേരുകയാണോ അതോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുന്നതാണോ? എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അത്? സ്വാഭാവികമായിട്ടും പ്ലേ ഡയറക്റ്റ് ചെയ്യുന്നത് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ഡയറക്ടർക്ക് ഒരു ഡിസൈൻ എൻ്റെ വർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റിയൊരു ധാരണയുണ്ടാവും. ഓരോ ആക്ടേഴ്സും സ്റ്റേജിൽ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റി അയാൾക്കൊരു ധാരണയുണ്ടാവും. അപ്പം നമ്മളുടേതായ ഐഡിയ വെച്ച് പെർഫോം ചെയ്ത് വരുമ്പം ഞാൻ ഉദ്ദേശിച്ച ആക്ടർ അതല്ല, എൻ്റെ ക്യാരക്ടർ അതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മാറ്റി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്നുള്ളൊരു ഇതിലേക്ക് ചെല്ലേണ്ടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലാണെങ്കിലും പറയും. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും മക്കൾ പറയും അച്ഛൻ ഉദ്ദേശിച്ചെടുത്തേ നാടകത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ പൊതുവെ എങ്ങനെയാ, എന്ത് തരം ഇതാണ് ചേട്ടൻ കൂടുതലും ചെയ്യാറുള്ളത്? അമേച്ചർ നാടകങ്ങളാണ് ഞങ്ങൾ. അല്ല അതല്ല, ഈ തീമൊക്കെ ബേസ് ചെയ്ത് എന്തിനെ ബേസ് ചെയ്തിട്ട്? അപ്പോൾ പൊളിറ്റിക്കലാണോ അതോ എന്ത് തരം അങ്ങനെ ഉണ്ടോ അതോ എല്ലാ തരത്തിലുള്ളതും ചെയ്യാറുണ്ടോ? ഇപ്പം ഞങ്ങൾ കള്ളം പവിത്രം ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ കള്ളം പവിത്രം ചെയ്യുമ്പോൾ നമുക്കതിലൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നൊന്നും അതിനകത്ത് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ രസകരമായിട്ട് ചെയ്തു പോയൊരു നാടകം അത്. അതിൽ ഞങ്ങൾ മക്കൾ 2 പേരും ഞാനും ഹസ്ബൻഡും പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഏത് ഓഡിയനെ ഉദ്ദേശിക്കുന്നത്, അത് ഞങ്ങൾ വീടിനടുത്തുള്ള അമ്പലത്തിലെ ഒരു ഫങ്ഷന് വേണ്ടി ചെയ്തതാണ്. നമ്മൾ ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ഒരു വിഷയം എവിടത്തെ ഓഡിയനാണെന്നുള്ള ഒരു ഇതുകൂടി ഉണ്ട്. അപ്പോൾ അത് ശരിക്കും റെഗുലറായിട്ട് അതിപ്പം കുറച്ചുകൂടി ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ചേച്ചിയും കൂടെ കുറച്ചുകൂടെ ഫ്രീ ആയല്ലോ. ഇപ്പം ഞങ്ങൾക്കൊരു 1-2 പ്രൊജക്റ്റ് ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഞങ്ങൾ 2 പേരും മാത്രമായിട്ട് ചെയ്തു പോകാവുന്ന 1-2 പ്രൊജക്ട്സ് മനസ്സിലുണ്ട്. അപ്പം അത് സംസാരിച്ചപ്പോൾ ചെറിയൊരു ഹിന്റ് തന്നിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം അത് വെച്ചിട്ടാണ്. അപ്പോൾ അതിപ്പം നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പൊ അത് കുറച്ച് ഗൗരവമായിട്ട് തന്നെ കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമാണ്. പക്ഷെ അപ്പൊ ഇപ്പൊ ചേച്ചി കുറച്ചുകൂടി, ചേട്ടനും ഈ പറഞ്ഞ പോലെ നാടകം അല്ലാതെയും ചേട്ടനും അഭിനയിക്കുന്ന ഒരാളാണ്. ചേച്ചിയും ഇപ്പൊ കുറച്ച് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പൊ നിങ്ങൾ ഇതിനെ രണ്ടിനെയും എങ്ങനെയാ ബാലൻസ് ചെയ്തുകൊണ്ട് പോവുക? നമ്മളുടെ ഒരു മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണല്ലോ. സമയം എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്. അത് സമയമില്ല എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതാണ്. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയമുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല. അപ്പോൾ എനിക്ക് ഇത്തിരി ദൂരം പോകേണ്ട ഒരു കാര്യമാണെങ്കിൽ ആൾ വന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടതാണ്, എന്നെ ആക്കിയിട്ട് ആൾ തിരിച്ചു പോകും.
അദ്ദേഹത്തിൻ്റെ വർക്ക് ആ വഴിക്ക് നടക്കും, എൻ്റെ വർക്ക് ഈ വഴിക്ക് നടക്കും. വീട്ടിൽ ഞങ്ങളുടെ പ്രസൻസ് ഉണ്ടാവേണ്ട സമയത്ത് നമ്മളുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ ചേച്ചിയുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ചേച്ചി ഇങ്ങനെ ഒരാളുടെ ഭാര്യയായി, പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇന്നത്തെ ഒരു ചേച്ചിയിലേക്ക് ഇപ്പം അഭിനയത്തിലേക്ക് കൂടുതൽ നിൽക്കാൻ പോണു, അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല, സങ്കല്പിച്ചിട്ടേ ഉണ്ടാവില്ല, ചേച്ചി സങ്കല്പിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ അത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ അഭിനയിക്കുന്നു, ചേച്ചി തന്നെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വന്നുകൊണ്ടിരിക്കണമെന്നുള്ള കാര്യം. അപ്പോൾ അതിനോടുള്ള ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയാണ്, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളുടെ? ഞാൻ സത്യസന്ധമായി തുറന്നു പറയട്ടെ, എനിക്ക് അങ്ങനെ ചുറ്റുപാടുകളെ പറ്റി ഞാൻ ബോധർ ചെയ്യാറില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ നാടകത്തിലേക്ക് വരുമ്പോൾ, നാടകമാണല്ലോ, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് നാടകത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചുറ്റുവട്ടത്തുനിന്ന് ഇപ്പോൾ ഫാമിലിയിൽ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അവൾക്ക് സർക്കാർ ജോലി ഉള്ളതാണ്, എന്നിട്ട് അതും കളഞ്ഞിട്ട് മക്കളുടെ കാര്യം നോക്കാതെ ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവൻ ആ രീതിയിലാണ്, അവനോ നാടകക്കാരനായി കുടുംബം മുഴുവൻ കളയാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ കൂടെ നിഴല് പോലെ നിന്ന് സഹായിച്ചിട്ടുള്ള ആളുകളുമുണ്ട്. അവരെ കണ്ടില്ല എന്ന് വെച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് സെക്കൻഡറിയാണ്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റുള്ളവന് ദോഷം വരാത്തതാണെങ്കിൽ ചെയ്യാം, നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ. തീർച്ചയായിട്ടും. ഇപ്പം ഈ അഭിനയിച്ചിടത്തോളം വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയതുണ്ടോ അഭിനയത്തിൻ്റെ ഇടയിൽ? സിനിമയിലാട്ടോ ചോദിക്കണത്. സിനിമയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുന്ന അബദ്ധങ്ങളെ പറ്റി എനിക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഫുൾ അടിപൊളിയാണ്. അങ്ങനെ വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഞാനാണല്ലോ, ചേച്ചിക്ക് ടാലന്റ് വൈസ് അബദ്ധം പറ്റില്ല. ചേച്ചി വെറുതെ പേടിച്ച് ഭയങ്കര അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനൊരു ഇൻസിഡന്റ് പറയാം. ഞാൻ വേറൊരു ഫിലിമിൻ്റെ സെറ്റിൽ വെച്ചിട്ട് കുറച്ച് സീനിയർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റിനെ കണ്ടു. അവരുമായിട്ട് നന്നായിട്ട് ഫ്രണ്ട്ലി സംസാരിച്ചു, ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് വേറൊരു സെറ്റിൽ നിന്ന് ഞാൻ അവരെ കണ്ടു. ഞാൻ പഴയ ആ ഒരു ബന്ധം വെച്ച് ഓടിച്ചു തന്നു. അവർ വേഗം ഫോൺ എടുത്തിട്ട് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് അവർ സംസാരിച്ചു. അപ്പോൾ എനിക്കത് മുഖത്തടിച്ച പോലത്തെ ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് വെച്ച്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് രഞ്ജിത്ത് സാറാണ്. അപ്പോൾ സാറിൻ്റെ വൈഫ് ചിപ്പി എല്ലാവരും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറി നിന്നു. എന്നുവെച്ചാൽ എനിക്ക് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. അവരൊക്കെ ഭയങ്കര സീനിയേഴ്സാണ്, നമ്മൾ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് നമ്മളൊരു പാഠം പഠിച്ചതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ അജുവിൻ്റെ അമ്മയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പൂജയുടെ സമയം കഴിഞ്ഞു, ഞാൻ മാറി നിൽക്കുന്നു. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സൈഡിൽ പോയി നിന്നപ്പോൾ ചിപ്പി വേഗം എൻ്റെ അടുത്തോണ്ട് ചേച്ചി എന്താ മാറിയിരിക്കണേ, ഇങ്ങോട്ട് വന്നേ, അമ്മയല്ലേ ഇതിനകത്ത്, ഒന്ന് നടുക്കിരിക്കി എന്ന് പറഞ്ഞ് നടുക്കിരുത്തി. സത്യം പറയാലോ, എനിക്ക് ഭൂമി പിളർന്ന് താഴോട്ട് പോയാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ടായ ഒരവസ്ഥയത്. കാരണം നമ്മളെല്ലാവരും ഒരുപോലെ കാണരുത്. ആ കുട്ടി അത്രയും എപ്പോഴും അതാണ്, അത്രയും ഇതായിട്ട് എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മറ്റൊരാളിൽ നിന്ന് വന്ന ഒരനുഭവം വെച്ചിട്ട് ഇവരെ ജഡ്ജ് ചെയ്യരുതായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞു ഭൂമി പിളർന്ന് പോയാൽ മതി എന്ന് തോന്നിപ്പോയി എനിക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ തങ്കമോഹൻ ചേച്ചി എനിക്കറിയാം, ഞാൻ കണ്ടിരുന്നു ചേച്ചി അയച്ച പെർഫോമൻസ് വീഡിയോ, എനിക്ക് ചേച്ചീനെ അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമാണ്. അത് ഒരു പാഠവും കൂടിയാണ്. നമ്മൾ പതുക്കെ സാഹചര്യങ്ങൾ വീക്ഷിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാം എന്നുള്ളൊരു പാഠം. ഇപ്പോൾ ചേച്ചി എന്ന നടിയെ മോഹൻ ചേട്ടൻ എന്ന ഡയറക്ടർ എന്താ പറയാറ്? അഭിനയിച്ചൊക്കെ കഴിയുമ്പോൾ നാടകം പഠിപ്പിക്കുമ്പോൾ എങ്ങനെ, ഭയങ്കര സ്ട്രിക്റ്റ് ആണോ മോഹൻ ചേട്ടൻ? അയ്യോ, ഒരു രക്ഷയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ സൗമ്യനായ ക്യാമറ പറയില്ലെങ്കിൽ ഞാൻ പറയാം, കാണിക്കരുത്. മോഹൻ ചേട്ടനോട് പറയില്ല, കാണിക്കരുത്. എൻ്റെ ഇളയ മോഹൻ ചേട്ടൻ പറയുന്നത് എന്താണെന്നറിയാം, നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ പെറ്റ് കിടക്കുന്ന പട്ടിയുടെ അടുത്ത് ചെല്ലുന്ന പോലെ അച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത് ആൾക്ക് 100 കൂട്ടം ടെൻഷനായിരിക്കും. ലൈറ്റ്, സെറ്റ്, ആക്ടേഴ്സ് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ടൈമിന് വരുന്നില്ല, അങ്ങനെ ഒരുപാട് ഇതായിരിക്കും. അപ്പോഴായിരിക്കും എന്തെങ്കിലും കാര്യം പറഞ്ഞോളൂ,
നീ ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന് മിണ്ടോണ്ടിരിക്കുന്നു പറയുമ്പോൾ കുട്ടികൾ പറയുന്നൊരു ഇൻഡയറക്റ്റായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പം അറിയാലോ നാടകം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും. ഇപ്പം സിനിമയിൽ അഭിനയിച്ച് വരുമ്പോൾ എന്താ പറയാ, അഭിനയിച്ചതിനെ കുറിച്ച് എന്തെങ്കിലും പറയോ? പറയും. അതെനിക്ക് ഇത് നന്നായിരുന്നു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ്. അപ്പം ഞാൻ അദ്ദേഹം കണ്ട് എടുത്തോണ്ടല്ലേ അല്ലെങ്കിലും ഞാൻ ഏത് നാടകം, ഇപ്പോൾ ഡ്രാമ സ്കൂളിലെ നാടകമായാലും ഏത് നാടകമായാലും സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഗുരു എന്ന് പറയുന്നത് ആള് തന്നെയാണ്. ഇപ്പോൾ ചേച്ചി ഇത്രയും ചെയ്ത ക്യാരക്ടേഴ്സിൽ വെച്ചിട്ട് മോഹൻചേട്ടന് ഏറ്റവും ഇഷ്ടം ഏതാ സിനിമയിലെ? എനിക്ക് തോന്നുന്നു തങ്കത്തിലെ അമ്മേനെയാണ് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളൊരു കാര്യം. വിനീതിൻ്റെ അമ്മയായിട്ട് ചെയ്തത്, അതാണ് ആൾ ഇടയ്ക്കിടയ്ക്ക് പറയണത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അത് പിടിച്ച് നമ്മൾ ഇമോഷനൊക്കെ ഇതായിട്ട് പറയുന്നൊരു അമ്മയാണ്. അതാണ് ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്. ഇപ്പോൾ വേറെ പുതിയ പ്രോജക്റ്റുകൾ ഏതാ ചേച്ചിയുടെ വരുന്നത്? ഇപ്പം പറന്ന് ചെല്ലാനെന്ന് പറഞ്ഞിട്ട് ഒരു പടം ഇറങ്ങാനുണ്ട്. അതിൽ ഞാൻ സിദ്ധാഭരതൻ്റെ അമ്മയായിട്ട് ചെയ്തിരിക്കണം. പിന്നെയുള്ളത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് വെബ് സീരീസ് വിഷ്ണു അല്ലേ, അതാണ് ഇറങ്ങാനുള്ളത്. ഇപ്പം മീശയിലൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഇപ്പം അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് തേടി വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയി സിനിമയിൽ വരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഇന്ന പോലത്തെ ആരെങ്കിലും നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളവർ ചെയ്ത പോലത്തെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ആഗ്രഹം തോന്നാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഞാൻ പിന്നെ ഉണ്ടാവും, നാച്ചുറലി എല്ലാവർക്കും ഉണ്ടാവും, നല്ല മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ഞാൻ ബഹുമാനിക്കുന്ന ഗുരുസ്ഥാനീയരായ നടിമാരുണ്ട്. ലളിത ചേച്ചി, മഞ്ജു ചെയ്തൊരു വേഷമില്ലേ, മഞ്ജു പിള്ള ചെയ്ത ഹോമിലെ, അവരൊക്കെ ഭയങ്കര. പിന്നെ ബിന്ദു ചേച്ചി, പിന്നെ ഇപ്പം നമ്മൾ കണ്ട ഉർവശി ചേച്ചിയുടെ ഉള്ളൊഴുക്ക്, അതൊന്നും നമുക്ക് എന്താ പറയുക, ഡ്രീം എന്ന് പറയുന്ന അങ്ങനത്തെ വേഷങ്ങളാണ്. അതൊക്കെ നമുക്ക് അറിയില്ല എങ്ങനെയാണ് നാളെകൾ എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ അതൊക്കെ നമ്മൾ അത്യാഗ്രഹത്തോടെ കണ്ടിട്ടുള്ള വേഷങ്ങളാണ്. അവരെയൊന്നും വെച്ചിട്ട് നമുക്കൊരിക്കലും നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഒരുപാട് ഹയസ്റ്റിൽ കാണുന്ന, കുറേ ബഹുമാനിക്കുന്ന, അങ്ങനെ ആവാൻ പറ്റിയെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നടിമാരവരൊക്കെ. ഇപ്പോൾ ചേച്ചിയെ തന്നെ എടുക്കുകയാണെങ്കിൽ ചേച്ചിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനൊരു ക്യാരക്ടർ, നമ്മളിപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മളെ ആളുകൾ ചിന്തിക്കുന്ന ഒരു ഫ്രെയിം ഉണ്ടാവും, ഇന്നൊരു ക്യാരക്ടർ അവരെ വിളിക്കാം എന്ന രീതിയിലല്ലാതെ ചേച്ചി ഒന്ന് എന്താ പറയുക പൊട്ടിച്ചെടുത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര, ഒരിക്കലും അവരത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന രീതിയിൽ ചേച്ചിയുടെ മനസ്സിലുണ്ടാവാമല്ലോ, ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റും, അതെനിക്ക് വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന തരം കഥാപാത്രം ഏതാണ്? അങ്ങനെ പറഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ടോ? പറഞ്ഞോളൂ, ഞാൻ എണ്ണിക്കോളാം. അപ്പനിൽ നമ്മുടെ പോളി ചേച്ചി ചെയ്ത വേഷം, ഇങ്ങനെ ഒരെണ്ണം കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിന്ദു ചേച്ചി ചെയ്തൊരു ഇതുണ്ടല്ലോ, കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഒരു പടം, മറ്റേ മമ്മൂക്കയുടെ പടം റോഷാക്ക്, ഞാനതിൻ്റെ പേര് മറന്നു, റോഷാക്ക്. അതൊക്കെ നമ്മളെപ്പോഴും ഓർത്തിരിക്കുന്ന ഫിലിമല്ലേ. ഇപ്പോൾ ക്രിസ്റ്റോയുടെ ഉള്ളൊഴുക്കിലെ, പിന്നെ ഉർവശി ചേച്ചിയുടെ ഭയങ്കര പറഞ്ഞപ്പോഴാണ്, ക്രിസ്റ്റോയുടെ ഒരു ഫിലിമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റോയുടെ എക്സാം പ്രൊഡക്ഷൻ, പിന്നെ സത്യത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആൾ പഠിക്കുമ്പോൾ ആളുടെ ഫൈനൽ ഇയർ പ്രൊഡക്ഷൻ, അതിൽ നായികയുടെ അമ്മയും അച്ഛനായിട്ട് ഞാനും ഹസ്ബൻഡും ചെയ്തേക്കുന്നു. അതിന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ആ മറ്റേ ഡോക്യുമെൻ്ററി ഭയങ്കര ഇതായിരുന്നു. അതിനു മുമ്പ് ക്രിസ്റ്റോ ചെയ്തിട്ടുള്ള പിന്നെ ഒരു കന്യക, അതിനും അവാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്റ്റോ ചെയ്ത എല്ലാം അവാർഡുകളുടെ ഒരു ഇതായിരിക്കും, ഇതിനും കിട്ടുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഈ ചെയ്തു വെച്ചിരിക്കുന്നതിൽ ഇനി ഏറ്റവും ഹോപ്പ്ഫുള്ളായിട്ട്, ഏറ്റവും ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന അമ്മ ഏതാണ് ഇപ്പം ഈ പുറത്ത് വരാനുള്ളതിൽ? അത് വെബ് സീരീസ്, നേരത്തെ പറഞ്ഞ അജുവിൻ്റെ അമ്മയായിട്ട്. എന്തെങ്കിലും ഡിഫറൻസ് ഉള്ള അമ്മയാണോ അത്? ഒരു ഇത്തിരി നർമ്മവും എല്ലാം ചേർന്ന് പോകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്.
അപ്പോൾ അത് ഇറങ്ങിയാലൊരു പക്ഷേ ഇഷ്ടപ്പെടാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഉള്ളത് ഈ പറന്ന് ചെല്ലാൻ, അതിൽ സിദ്ധാർത്ഥ് ഭരതൻ്റെ അമ്മയായിട്ടുള്ളത്. അത് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയ ഇറങ്ങാനുള്ള വിശേഷങ്ങൾ. അപ്പം എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിക്ക് കൂടുതൽ ഡെപ്ത് ഉള്ളതും കൂടുതൽ റേഞ്ച് ഉള്ളതുമായിട്ടുള്ള വ്യത്യസ്തമായ റേഞ്ചുകളുള്ള ക്യാരക്ടേഴ്സും ഒക്കെ നിറയെ ചെയ്യാൻ സാധിക്കട്ടെ. ഈ ഒരു വിലപ്പെട്ട സമയം, കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. താങ്ക് യു സോ മച്ച്. നന്ദി. എന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചതിന്, എനിക്കിങ്ങനെ സംസാരിക്കാൻ ഒരു സന്ദർഭം തന്നതിന് ഒത്തിരി നന്ദി. പിന്നെ വരുന്ന പടങ്ങളൊക്കെ കാണണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇനിയിപ്പോൾ എനിക്കാകുമ്പോൾ കണ്ടിട്ട് നേരെ പറയുകയും ചെയ്യാം. ഒരുപാട് സന്തോഷം ചേച്ചി. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു അതിഥിയുമായി.